ഹായ് ഹലോ വെൽക്കം ടു CC ബാങ്ക്. CC ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിന്റെ ചൂട് എല്ലാം കൂടി ഇപ്പോൾ ഒരു അവിയൽ കണക്കായിട്ട് നിൽക്കുകയാണ് അല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ അവിടേക്ക് ആ ഒരു കണക്കിലേക്ക് നമ്മൾ ചെറിയ രീതിയിൽ അവിടെ ഒരു മസാല കൂടി ഇടാൻ വേണ്ടി പോവുകയാണ്, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞൊരു CSEB പരീക്ഷയ്ക്ക് നടന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അക്കൗണ്ടൻസിയുടെ ബേസിലുള്ള. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, കഴിഞ്ഞ ഒരു CSEBക്ക് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ എന്താ പ്രത്യേകം നമ്മൾ കാണുന്നത്? ഓക്കെ, ദി പ്രോസസ് ഓഫ് എൻറ്ററിങ് ദി ലെഡ്ജർ ഈസ് കോൾഡ് ഡാഷ്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശ്വര ഇത്ര എളുപ്പമാണോ എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ഒരു എക്സാമിന്റെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത് എന്ന് വിചാരിച്ച് എല്ലാ എക്സാം അങ്ങനെ ആയിക്കോളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എന്ത് വേണം? നല്ലൊരു വേയിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോട് കൂടി മാത്രമേ നമ്മൾ പഠിക്കുക. ഊഹാപോഹങ്ങളെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ട് പഠിക്കരുത്. പഠിക്കാനുള്ള ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, എന്താണ് ചോദിച്ചത്? ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ദി ലെഡ്ജർ ഈസ് കോൾഡ്. ഏതാണ് വരിക? ലെഡ്ജറിലേക്കാണ്. അപ്പൊ അവിടെ രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കും. ഏതാ ഇവിടെ ആൻസർ? നമുക്ക് നോക്കാം. ഏത് ആൻസർ വരുന്നത്? പോസ്റ്റിംഗ് ആണ് വരുന്നത് അല്ലെ. പോസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് ജേണൽ. ജേണലിലേക്ക് കൊടുക്കുന്നതാണ് എന്ത്? ജേണലൈസിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ ലെഡ്ജർ. ലെഡ്ജറിലേക്ക് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോസ്റ്റിംഗ്. എന്താണ്? പോസ്റ്റിംഗ്. അപ്പൊ ഈ രണ്ട് ടേം മനസ്സിലാക്കി വെക്കുക. എന്താണ്? ജേണൽ ഈസ് ഈക്വൽ ടു ജേണലൈസിങ്, ലെഡ്ജർ ഈസ് ഈക്വൽ ടു പോസ്റ്റിംഗ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഏതാണ്? പോസ്റ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, വെൻ കറണ്ട് ലാബിലിറ്റീസ് ആർ ഡിഡക്റ്റഡ് ഫ്രം കറണ്ട് അസറ്റ് ദ ഡിഫറൻസ് വിൽ ബി ഡാഷ്. ഏതായിരിക്കും വരിക? റീറ്റെയിൻഡ് ഏർണിങ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്വിക്ക് അസറ്റ്, ലിക്വിഡ് അസറ്റ്. ഏതായിരിക്കാം? ഇവിടെ പറയുന്ന പോയിന്റ് ഉണ്ട്, കറണ്ട് ലാബിലിറ്റി ആർ ഡിഡക്റ്റഡ്. കറണ്ട് ലാബിലിറ്റി ഡിഡക്ട് ചെയ്യുന്നു ഫ്രം ഏതിൻ്റെ അകത്തുനിന്ന്? കറണ്ട് അസറ്റ്. അങ്ങനെയാണ് ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്വിക്ക് അസറ്റ്, ലിക്വിഡ് അസറ്റ്. ഏതായിരിക്കാം? യെസ്, ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അല്ലെ. ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഏതാണ് മക്കളെ? വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരി. റാപ്പിഡ് ഡിപ്രീസിയേഷൻ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ബെനിഫിറ്റ് ആൻഡ്. റാപ്പിഡ് ഡിപ്രീസിയേഷൻ എന്നത് എന്താണ്? ഗ്രേറ്റർ ബെനിഫിറ്റ് ആൻഡ് ഡാഷ്. ഏതായിരിക്കാം? ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, increased asset value, increased cash flow and reduced cash flow. ഏതായിരിക്കും വരിക? റാപ്പിഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ്. റാപ്പിഡ് ഡിപ്രീസിയേഷൻ അവിടെ സ്വാഭാവികമായിട്ടും ഗ്രേറ്റർ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് എന്തുകൂടി ചെയ്യുന്നുണ്ട്? യെസ്, ഇൻക്രീസ്ഡ് ക്യാഷ് ഫ്ലോ കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഏതാണ്? ഇൻക്രീസ്ഡ് ക്യാഷ് ഫ്ലോ കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഏതാണ് മക്കളെ? ഇൻക്രീസ്ഡ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദി R&P അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻസ്റ്റെഡ് ഓഫ് എ ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്റ്റെഡ് ഓഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെയധികം റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ് അല്ലെ. അതായത് ഒരുപാട് ഏരിയ റിപ്പീറ്റ് ആയിട്ട് വന്നൊരു ചോദ്യമാണ് ഇത്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ എന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരുപാട് ചോദ്യ പേപ്പറിൽ കണ്ടതായിരിക്കാം അല്ലെ. ഏതായിരിക്കാം വരുന്നത്? യെസ്, ജനറൽ ലെഡ്ജർ, ഡേ ബുക്ക്, ട്രയൽ ബാലൻസ്, ക്യാഷ് ബുക്ക്. ഏതാ വരിക? യെസ്, അവിടെ ക്യാഷ് ബുക്ക് ആണ് അവിടെ വരിക അല്ലെ. ഏതാണ്? ക്യാഷ് ബുക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. ഏതാണ് മക്കളെ വരിക? ക്യാഷ് ബുക്ക് ആണ് അവിടെ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ക്യാഷ് ബുക്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ശരി. അടുത്തത്, എറേഴ്സ് ക്യാൻസൽഡ് ബൈ ദംസെൽഫ് ആർ കോൾഡ് ഡാഷ്. അതായത് അവിടുന്ന് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൂടെ വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ സീറോ ആവുന്ന പോലെ തന്നെ രണ്ട് എററുകൾ തമ്മിൽ അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആയി പോകുന്നു. ദംസെൽഫ് ആയിട്ട് ക്യാൻസൽ ആയി പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഏതായിരിക്കും വരിക? ഏതായിരിക്കാം? യെസ്, ഏതാണ്? കോമ്പൻസേറ്റിംഗ് എറർ ആണ് അല്ലെ. അതായത് കോമ്പൻസേറ്റിംഗ് എറർ ആണ് വരിക. കോമ്പൻസേറ്റിംഗ് എറർ. ശരി, ഇത് എപ്പോഴും ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അടുത്തത്, കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവേർഡ് റിഗാർഡ്ലെസ് ഓഫ് ഫ്യൂച്ചർ ഡിസിഷൻ മെയ്ഡ്. ഏതായിരിക്കാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് കോസ്റ്റ് എന്ത് ചെയ്തു? ഓൾറെഡി അവിടെ ഇൻകേർഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് തിരിച്ചു നേടാനോ അല്ല തിരിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഓൾറെഡി ഇൻകേർഡ് ആണ്. കനോട്ട് ബി റിക്കവേർഡ്. അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിഗാർഡ്ലെസ് ഓഫ് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. അതിന്
ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? യെസ്, അതിനെ വിളിക്കുന്ന പേരാണ് സങ്ക് കോസ്റ്റ് അല്ലെ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സങ്ക് കോസ്റ്റ് എന്നാണ് വിളിക്കുക. ഏതാണ്? സങ്ക് കോസ്റ്റ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ദി ലെവൽ ഓഫ് ഇൻവെന്ററി ഓർഡർ ദാറ്റ് മിനിമൈസ് ദി ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഏതായിരിക്കാം? BOP ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, CVP കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, ബ്രേക്ക് ഇവൺ പോയിന്റ് അഥവാ BEP, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ. എന്താണ്? ദ ലെവൽ ഓഫ് ഇൻവെന്ററി ഓർഡർ, ശ്രദ്ധിക്കണേ, ലെവൽ ഓഫ് ഇൻവെന്ററി ഓർഡർ ദാറ്റ് മിനിമൈസ് ദി ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഏതായിരിക്കും വരിക? അവിടെ ഇൻവെന്ററി ഓർഡറും ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏത് തന്നെയാണ് വരിക? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് വരിക അല്ലെ. ഏതാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി തന്നെയാണ് വരിക അല്ലെ. ഏതാ മക്കളെ വരിക? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, EOQ. ശരി, അടുത്ത ചോദ്യം. കോസ്റ്റ് ഓഫ് ലേബർ which cannot be directly allocated but it can be allocated to a cost center by a common basis of apportionment is dash. ഏതായിരിക്കാം? ഫിക്സഡ് ഓവർഹെഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് വാരിയബിൾ ഓവർഹെഡ്. ഏതാ വരിക? കോസ്റ്റ് ഓഫ് ലേബർ which cannot be directly allocated but it can be allocated to a cost center അല്ലെ. അവിടെ ഒരുപാട് ടേം ഉണ്ട്. എന്താണ്? കോസ്റ്റ് ഓഫ് ലേബർ വന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ഏതാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് സെന്റർ ആണ്. ഏതിന്റെ ബേസിൽ? ഒരു കോമൺ ബേസിൽ. അങ്ങനെയാണ് ഏത് വരും ആൻസർ? യെസ്, അതിനെ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നാണ് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നാണ് വിളിക്കുക അല്ലെ. ഏതാണ്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. വേജസ് പെയ്ഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വർക്കേഴ്സ് ഈസ് ഡാഷ്. അതാണ് വേജസ് കൊടുക്കുന്നത്. എന്താ? നമ്പർ ഓഫ് യൂണിറ്റ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനനുസരിച്ചാണ് അവിടെ വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ടൈം വേജ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, ഇൻസെന്റീവ് സിസ്റ്റം ഉണ്ട്, റോവൻ പ്ലാൻ ഉണ്ട്. ഏതായിരിക്കാം വരിക? യെസ്, അവിടെ പീസ് റേറ്റ് സിസ്റ്റം ആണ് വരിക അല്ലെ. ഏതാണ്? പീസ് റേറ്റ് സിസ്റ്റം ആണ് അവിടെ വരുന്നത് അല്ലെ. ഏതാണ് മക്കളെ? പീസ് റേറ്റ് സിസ്റ്റം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാ? പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, ശരി. അടുത്തത്. The total process of generating, evaluating, selecting and follow up investment decision is dash. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്? അവിടെ ജനറേറ്റിംഗ് ചെയ്യുന്നുണ്ട്, പിന്നീടോ ഇവാലുവേറ്റിംഗ് ചെയ്യുന്നുണ്ട്, സെലക്ടിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏതിന്റെ? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അത് ഏതായിരിക്കും? ഇതൊക്കെ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കാം? യെസ്, അതിനെ വിളിക്കുന്ന പേര് കോർപ്പറേറ്റ് പ്ലാൻ എന്നാണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്നാണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണോ, അല്ലെങ്കിൽ മാസ്റ്റർ ബഡ്ജറ്റ് എന്നാണോ? എന്താ നമ്മൾ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് അല്ലെ. എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലാക്കി അതിനെ ജനറേറ്റ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, അതേപോലെ എന്ത് ചെയ്യുന്നു? ഫോളോ അപ്പ് ചെയ്യുന്നു. അതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സുമായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് അല്ലെ. എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. എ ഡീറ്റെയിൽഡ് പ്ലാൻ ദാറ്റ് ഔട്ട്ലൈൻ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന എക്സ്പെക്ടേഷനുമായുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനിന്റെ ഔട്ട്ലൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇതായിരിക്കാം ഗോള്, ഒബ്ജക്റ്റീവ്, മിഷന്, ബജറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ടേം അവിടെ പറഞ്ഞുകൊണ്ടുതന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കും ഏതാണ്? ബജറ്റ് ആണ് അവിടെ വരിക. ഈ ബജറ്റിനെ പറ്റി എപ്പോഴും ചോദിക്കും. മാസ്റ്റർ ബജറ്റ് എന്താണ്, അല്ലെങ്കിൽ ബജറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതുകൂടാതെ നമുക്ക് എന്താ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ബജറ്റിനെ പറ്റി. ഓക്കെ, അപ്പൊ ബജറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ശരി, അടുത്തത് നമുക്കറിയാം നമ്മളെ CSEB എക്സാം അല്ലെ. CSEB എക്സാമിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യവും ഇനി വരാൻ പോകുന്ന എക്സാമിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അതേപോലെ ഈ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളൊരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സാം ബാച്ചിൽ നമുക്കറിയാം അവിടെ സിലബസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, അതേപോലെ മോഡൽ എക്സാമുകൾ, എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷന്, മെന്റർഷിപ്പ് പ്രോഗ്രാം, അതേപോലെ PDF മെറ്റീരിയലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന എക്സാമിനെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ പുതിയ ബാച്ച്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം. റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്
ടു കറണ്ട് ലാബിലിറ്റി ഈസ്. അത് റേഷ്യോ ആണ്. കറണ്ട് അസറ്റ് ടു കറണ്ട് ലാബിലിറ്റി നമ്മൾ വിളിക്കുന്ന പേരെന്താ? ലീവറേജ് ആൻഡ് സോൾവൻസി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, കവറേജ് റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ. ഏതൊക്കെയാ അവിടെ വരുന്നത്? കറണ്ട് അസറ്റും അതേപോലെ കറണ്ട് ലാബിലിറ്റിയും ആയതുകൊണ്ട് തന്നെ അവിടെ ഏതാണ് വരിക? അവിടെ ലിക്വിഡിറ്റി റേഷ്യോ ആണ് വരിക അല്ലെ. കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലാബിലിറ്റിയുടെയും റേഷ്യോ ആയതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്? ലിക്വിഡിറ്റി റേഷ്യോ ആണ് അവിടെ വരിക അല്ലെ. ഏതാണ് മക്കളെ? ലിക്വിഡിറ്റി റേഷ്യോ ആണ് അവിടെ വരുന്നത്. ഏതാണ്? ലിക്വിഡിറ്റി റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, ശരി. ദി റേഷ്യോ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഡാഷ്. വീണ്ടും വന്നു ഏതാണ്? റേഷ്യോ ആണ്. ഫിക്സഡ് കോസ്റ്റും അതേപോലെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും ആണെങ്കിൽ അതിന്റെ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രോഫിറ്റ് റേഷ്യോ, പി വി റേഷ്യോ, BEP, മാർജിൻ ഓഫ് സേഫ്റ്റി. ഏതായിരിക്കും വരിക? ഏതാണ്? ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും ഇതിപ്പോ തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? യെസ്, അവർ വിളിക്കുന്ന പേരെന്താണ്? BEP അഥവാ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെ. ഏതാണ്? BEP അഥവാ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നാണ് വിളിക്കുക. ഏതാണ്? BEP അഥവാ ബ്രേക്ക് ഇവൻ പോയിന്റ്. ശരി, അടുത്ത ചോദ്യം. ദി ഇമ്പോർട്ടന്റ് അറ്റ് ദി സെയിം ടൈം ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് പ്രോസസ് ഈസ് ഡാഷ്. അതായത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ബിഗിനിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുക? നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ബിഗിനിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയായിരിക്കാം? ബാലൻസിങ്, ബുക്ക് കീപ്പിംഗ്, റേഷ്യോ അനാലിസിസ്, റിപ്പോർട്ടിംഗ് ഉണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഏതാണ് വരിക? ബുക്ക് കീപ്പിംഗ് ആണല്ലേ. അതായത് ആദ്യമായിട്ട് തുടങ്ങുന്നതും അതിപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പഴയ ഒരു പേര് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗിൽ നിന്നാണ് എന്തിലേക്ക് വന്നത്? അക്കൗണ്ടിങ്ങിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് കീപ്പിംഗ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് തുടങ്ങുന്നതും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അക്കൗണ്ടിങ്ങിലെ ഒരു പ്രോസസ്സാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. The accounting system that purely provide the accounting information for planning, decision making and control of cost. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അതേപോലെ അതിൽ നിന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന പ്യൂർലി, അതായത് ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇവിടെ ആരെ സഹായിക്കുന്നത്? അക്കൗണ്ടിങ് സിസ്റ്റം that purely provide accounting information for planning, decision making and cost of control. കോസ്റ്റ് ഓഫ് കൺട്രോളും അതേപോലെ പ്ലാനിങ്ങും അതേപോലെ എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിങ്ങിനും ആണെങ്കിൽ അവിടെ വിളിക്കുന്ന പേരെന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് അല്ലെ. അവിടെ എന്തുകൂടി വന്നിട്ടുണ്ട്? മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ചെയ്യാനുള്ള ഡിസിഷൻ മേക്കിംഗ് അവിടെ വരുന്നുണ്ട്, പ്ലാനിങ്ങും വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോസ്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അവിടെ ഫിനാൻസ് മാത്രമാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. പക്ഷെ ഇവിടെ കോസ്റ്റ് ഉണ്ട്, അതേപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന പ്യൂർലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ് എന്ത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ശരി, അടുത്തത്. ദി റൂൾ ഓഫ് ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ കറസ്പോണ്ട് ടു. നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്. അപ്പൊ ഈ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് പഠിക്കുമ്പോൾ ആ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് റൂള്. 3 തരത്തിലുള്ളതാണ്. നമുക്കറിയാം എന്തൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതിന് 3 പ്രത്യേകതപരമായിട്ടുള്ള റൂളുകളുണ്ട്. അതിനാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇതിനാണ് നമ്മൾ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഗോൾഡൻ റൂള്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ്, റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിനനുബന്ധമായുള്ള ഏതായിരിക്കും റൂൾ വരിക? റിയൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, ടാഞ്ചിബിൾ അക്കൗണ്ട് ആണോ? ഡി അല്ല എന്നുള്ള ഉറപ്പിക്കും. കാരണം ടാഞ്ചിബിൾ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് ഇല്ല. 3 ഉള്ളൂ: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഏതാ വരിക? പേഴ്സണൽ അക്കൗണ്ട് ആണല്ലേ. പേഴ്സണൽ അക്കൗണ്ട് എന്നാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. പിന്നീടോ അടുത്തൊരു നിയമമുണ്ട്. ഇതാ ഡെബിറ്റ് വാസ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ഉണ്ട് അല്ലെ. പിന്നെ അടുത്ത റൂൾ ഉണ്ട്. ഇങ്ങനെയുള്ള റൂളുകൾ, ഈ റൂളുകൾ പ്രകാരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മള് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അതിനാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ 3ന്റെയും, അതായത് റിയൽ അക്കൗണ്ടിന്റെയും പേഴ്സണൽ അക്കൗണ്ടിന്റെയും നോമിനൽ അക്കൗണ്ടിന്റെയും എന്ത് കണ്ടുപിടിക്കാം? കൃത്യമായുള്ള റൂളുകൾ മനസ്സിലാക്കി വെക്കണം. ശരി, അപ്പൊ നമ്മളെ CSEBയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലെ. നോട്ടിഫിക്കേഷൻ എത്തിയപ്പോൾ എക്സാം നമുക്ക് അടുത്ത സമയത്ത് തന്നെ അല്ലെ,
അധികം സമയം വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ CSCBക്ക് വേണ്ടി നമ്മൾ ഒരു 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 3 month ബാച്ച് എന്ന് പറയുമ്പോൾ ഈ 3 month കൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാനും അതുപോലെ പഠിച്ച കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് സെഷനും മെന്റർഷിപ്പ് സപ്പോർട്ടും അതേപോലെ PDF നോട്ടുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ 3 month ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തി. അതുകൊണ്ട് തന്നെ ഇനി അധികം സമയമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ സിലബസ് ഒന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെ. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അവിടെ പ്രോപ്പറായിട്ട് ബേസിലുള്ള ചോദ്യങ്ങൾ വേണം, ഒരു ഇന്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ലെവലുള്ളത് വേണം, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ചോദ്യം വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വളരെ നിങ്ങൾക്ക് CSCB പരീക്ഷ എഴുതാൻ, അതിപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവരോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം എഴുതിയവരായിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് നമ്മളെ പുതിയ 3 month ബാച്ച്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ശരി. അതുപോലെ തന്നെ നമ്മളെ CCD ആപ്പിനെ പറ്റി ഒന്ന് പറയട്ടെ. നമ്മളെ ഒരുപാട് ടീച്ചിങ് നോൺ ടീച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളും അതേപോലെ ഡെയിലി GK ഒക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഇതിപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ എല്ലാ എക്സാമിനും ഇതേപോലെ ആയിരിക്കണം എന്നില്ല. ഓരോ എക്സാം കഴിയുമ്പോഴും എന്താണ് നമ്മുടെ ചോദ്യത്തിലെ മാറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ സിലബസ് അത് തന്നെയാണ്. സിലബസ് നിന്ന് ചോദിക്കുന്ന രീതികളെയാണ് നമ്മൾ മാറുന്നതായിട്ടുള്ളത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക, പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിജയം നിങ്ങളെ കയ്യിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.